ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം ചിലപ്പോൾ കയറിയേനേന്ന് തോന്നി. പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എൻ്റെ ഫ്രണ്ടിൽ, എനിക്കിതന്നെ ഉള്ളൂ. ശരിക്കും ഇവിടെ എത്തേണ്ടതല്ലേ, എത്തിപ്പെട്ടതാ. ഇതിന് വേണ്ടിയിട്ട് തന്നെ ഈ വർഷം ഞാൻ അങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല, നമ്മൾ കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. ഗ്രാൻഡ് മദറിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. ഉമ്മച്ചിൻ്റെ കൂടെ ഞാനാ പോല്. അപ്പോൾ പോകുമ്പോൾ ഉമ്മച്ചാര് ഈ ഡോക്ടറെ പോലെ ആവണം, വേറൊന്നും ആവണം എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും ഇവിടെ എത്തേണ്ടതല്ലേ, എത്തിപ്പെട്ടപ്പോൾ ഞാൻ എത്തിയത് നന്നായി തോന്നി. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ വിചാരിച്ചപ്പം അവിടെ സീറ്റ് കഴിഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് കോഴിക്കോട് തന്നെ കിട്ടണമെന്നായിരുന്നു. അപ്പൊ അവിടെ ചേർന്നപ്പോൾ എനിക്ക് ഇവിടെ റിപ്പീറ്റിന്റെ സെന്റർ തുടങ്ങിയെന്ന് പുതിയത് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മാറി. അവിടുത്തെ സിസ്റ്റം ഇവിടുത്തെ സിസ്റ്റം നല്ല മാറ്റമുണ്ട്. അവിടെ പഠിക്കേണ്ടവർ പഠിക്കാം, ആ ഒരു സിസ്റ്റം അവിടെ നല്ല ക്ലാസ്സാണ്. പക്ഷെങ്കിൽ ഇവിടുത്തെ ആ ഒരു സ്ട്രിക്റ്റ് അവിടെ ഇല്ല. എനിക്ക് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് തന്നെ വരികയാണ്, എനിക്ക് ഇവിടുത്തെ സ്ട്രിക്റ്റ് പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം ചിലപ്പോൾ കയറിയേനേന്ന് തോന്നി. നല്ല സിസ്റ്റം ഇവിടെ, ഭയങ്കര ഡിസിപ്ലിനാണ്. കുറച്ചും കൂടിയും നമുക്കിപ്പോൾ പഠിക്കാൻ തോന്നിയിട്ടില്ലെങ്കിൽ ഇപ്പം അടുത്ത ആൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ നമ്മൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുക, റൂമിൽ നിന്ന് ഒറ്റക്ക് വേണമെങ്കിൽ പഠിക്കാം, അങ്ങനെ ഒരു സിസ്റ്റമാണ്. ഇപ്പം കിടക്കുമ്പോൾ ഞാൻ ഉറങ്ങും, രാവിലെ അലാറം ഇല്ലാതെ തന്നെ എണീക്കും. അതൊക്കെ ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിഞ്ഞ വർഷം ഇങ്ങനെയല്ല, എപ്പോഴെങ്കിലൊക്കെ കിടക്കും, എപ്പോഴെങ്കിലൊക്കെ എണീക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സിസ്റ്റം. ഇപ്പം ഞങ്ങൾക്ക് മോർണിംഗ് ബാച്ച് ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് എണീച്ചേ പറ്റൂ. അപ്പോൾ ആ ഒരു സമയത്ത് നോർമലായിട്ട് ഇപ്പം എണീക്കുന്നതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ പോയാലും ആ സമയത്ത് എണീക്കും. ഞാൻ കുറച്ചുകൂടി ഡിസിപ്ലിൻഡാണ്, കുറച്ചും കൂടി പങ്ക്ച്വലായി സമയമൊക്കെ. ഇപ്പം എനിക്ക് ഫിസിക്സ് ഭയങ്കര വീക്കായിരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ മെയിൻ വീക്ക് എന്ന് പറഞ്ഞത് തന്നെ ഫിസിക്സ്. അതിപ്പോൾ എങ്ങനെ ആരോട് ചോദിച്ചാൽ എനിക്ക് ഫസ്റ്റ് പറയേണ്ട ഫിസിക്സ് തെറ്റുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇപ്രാവശ്യം ഇപ്പം ഞാൻ ഫിസിക്സ് പഠിച്ചുകൊണ്ടാണ് നോർമൽ ഇപ്പം കെമിസ്ട്രിക്ക് പിന്നും ഒരു പ്രശ്നം വരുന്നത്. സില്ലി മിസ്റ്റേക്കൊക്കെ ഫിസിക്സ് കുറവാ. പക്ഷെ കെമിസ്ട്രി ഇപ്പം അങ്ങനെ അപ്പം മനസ്സിലായി. ഫിസിക്സ് ഇപ്പോൾ ഓക്കെ ആയതുകൊണ്ടാണല്ലോ നമുക്ക് കെമിസ്ട്രി മിസ്റ്റേക്കാണ് തോന്നുന്നത്. എക്സാംസ് എഴുതിക്കൊണ്ടാണ് അങ്ങനെ ഫിസിക്സ് കുറേ ശരിയായത്. ഇവിടെ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എക്സാം ഉണ്ട്. ഇപ്പം ഏത് ചാപ്റ്റർ എടുത്താലും അതിൻ്റെ ബേസിക്സ് മാത്രമേ എനിക്ക് അറിയാനുള്ളൂ. അപ്രോച്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് കൂടുതൽ അതിനെ ഫേസ് ചെയ്യാനുള്ളൊരിത്. കോഡ് ബ്ലൂ ആയിരുന്നു ഫസ്റ്റൊക്കെ. ഇവിടെ നിന്ന് വന്ന സമയത്ത് ഫുള്ള് പകുതി വരെ കോഡ് ബ്ലൂ തന്നെയായിരുന്നു യൂസ് ചെയ്തത്. പിന്നെ ഇപ്പോൾ NCERT തന്നെ, വേറൊന്നും യൂസ് ചെയ്യാനുള്ള സമയമില്ല. ഓരോ എക്സാം കഴിയുമ്പോഴാണ് സ്ട്രെസ് കൂടുതലുണ്ടാവുക. ഒരു എക്സാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എക്സാമിന് ഇത്ര തെറ്റ് വരുത്തി, നീറ്റിനിപ്പോൾ അതൊക്കെ ഇത്ര തെറ്റ് വരുത്തിയാലോ, അങ്ങനെ ആലോചിക്കുമ്പോൾ ടെൻഷൻ. എക്സാം കഴിയുമ്പോൾ ഇപ്പം ഇന്ന് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ നാളത്തെ എക്സാം കഴിയുമ്പോൾ ടെൻഷൻ പിന്നെ വരും. അവർ 5 മണിക്ക് ശേഷം പിന്നെ ടെൻഷൻ വരിക. പിന്നെ അനാലിസിസ് ഒക്കെ ചെയ്ത് ആ പിറ്റേന്നാകുമ്പോൾ ഓക്കെ ആവും. പക്ഷെ അടുത്ത എക്സാം വരുമ്പോൾ അടുത്ത ടെൻഷൻ. സ്ട്രെസ് വരുമ്പം മാനേജ് ചെയ്യാനൊന്നും നേരല്ല. ഇപ്പോൾ ഇവിടെ എക്സാം, അടുത്ത എക്സാമിനൊക്കെ പഠിക്കുക. ആ സ്ട്രെസ്സായിട്ട് നിന്നിട്ട് കാര്യമില്ല. പിന്നെ വീട്ടിലേക്ക് വിളിക്കുമ്പം ഓരോട് പറയും. ഇവിടെ പിന്നെ ആരോടും പറയലൊന്നുമില്ല. എൻ്റെ ഗ്രാൻഡ് മദർ സംഭവം അതിന് സ്ട്രോക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പം ഗ്രാൻഡ് മദറിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ ഞാനാണെങ്കിലും ഇങ്ങനെ പോകും, ഇടയ്ക്ക് പോകുമ്പം ഉമ്മച്ചിൻ്റെ കൂടെ ഞാനാ പോല്. അപ്പോൾ പോകുമ്പോൾ ഉമ്മച്ചാര് ഈ ഡോക്ടറെ പോലെ ആവണം, അപ്പോൾ അങ്ങനെ ആവണം. ഞാൻ കേട്ട് കുറേ ആയിട്ട് ഇപ്പോൾ അതന്നെ, വേറൊന്നും ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല, നമ്മൾ കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. അപ്പം ഹാർഡ് വർക്ക് ചെയ്യാനും ഡിറ്റർമെൻ്റ് ആണെങ്കിലും വന്നാൽ മതി. വെറുതെ നീറ്റ് എഴുതി നോക്കാമെന്ന് വിചാരിച്ച് വരണ്ടാന്നാണ്. ഇപ്പം ഞാൻ തന്നെ ക്രാഷ് ചെയ്തത് ജസ്റ്റ് എന്താ നീറ്റ് അറിയാൻ വേണ്ടി ഇതിനും. പക്ഷെ മനസ്സിലായി അങ്ങനെയല്ല, കുറച്ചും കൂടി ഇപ്പം ഇൻ്റഗ്രേറ്റഡ് ആ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നീറ്റൊരു ഫ്ലോ ആയിട്ട് തോന്നും. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ വർഷം കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാം ഉറക്കാണെങ്കിലും വീട്ടിലേക്ക് പോകുന്നതാണെങ്കിലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഈ വർഷം ഞാൻ അങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഹാർഡ് വർക്ക് തന്നെ ആയിരിക്കാം, വേറൊന്നും എനിക്ക് പറയാനില്ല.